നിന്റെ വിവരക്കേടിനും ഭ്രാന്തിനും കോമാളിക്കളിക്കും കൂട്ടു നിൽക്കരുതെന്ന് ഞാൻ എന്റെ മകളോട് മനസ്സ് തുറന്ന് ഉപദേശിച്ചതാ. പക്ഷെ അവള് കേട്ടില്ല. അവക്കേ നിന്നെ അത്ര വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിന് ഇപ്പോഴും ഒരു കോട്ടം തട്ടിയിട്ടില്ല. കോട്ടം തട്ടാഞ്ഞിട്ടാണോ നീ ഇപ്പൊ ഇങ്ങനൊരു എഗ്രിമെന്റ് പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇപ്പോഴല്ലോ, ഇത് നേരത്തെ ഞങ്ങൾ സംസാരിച്ചുറപ്പിച്ച കാര്യങ്ങളല്ലേ. അത് നടപ്പുള്ള കാര്യമല്ലെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ നീ അത് എന്നോട് പറയാതിരുന്നത്. എന്തിന്? ഈ വീട്ടിൽ പോലും അത് ആരോടെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാതെ തന്നെ കളക്ടർ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ. പിന്നെ ഇപ്പോഴെന്താ ഒരു മനം മാറ്റം? അപ്പൊ ഞാനല്ലല്ലോ, കളക്ടറല്ലേ എല്ലാവരും വിളിച്ചു വരുത്തി എന്നെ അപമാനിക്കുന്നത്. എന്റെ മകളല്ലല്ലോ കുഞ്ഞിനെ വേണോന്നും പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വന്നത്. നീ അവളോട് അങ്ങോട്ട് പറഞ്ഞതല്ലേ കുഞ്ഞിനെ കൊടുക്കാന്ന്. അമ്മ, അതെ, കുഞ്ഞിനെ കൊടുക്കാന്ന് പറയുക മാത്രമല്ല, എന്റെ പേരിലുണ്ടായിരുന്ന മുഴുവൻ സ്വത്തുക്കളും ഞാൻ രഹസ്യമായി കുഞ്ഞിന്റെ പേരിൽ എഴുതാനുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വെറുതെ കോമാളി കളി കളിച്ചതല്ല. കോമാളി കളിക്കാനോ നിങ്ങളുടെ മകളെ ചതിക്കാനോ ആയിരുന്നെങ്കിൽ എനിക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പറയുമ്പോ ന്യായം നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും വേണം. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ എഗ്രിമെന്റിന് ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ സമ്മതം എനിക്കറിയണ്ട. എനിക്കറിയേണ്ടത് പൂജയുടെ സമ്മതമാണ്. എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ. എന്തായാലും ഉപ്പിട് പൂജ. പൂജ, അമ്മേനോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ഈ കുഞ്ഞിനെ സ്വന്താക്കാൻ ഞാൻ എന്തും ചെയ്യുന്നു.